ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. രാജേഷിൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. നിങ്ങളുടെ എന്താ പറയുന്നത്, അശ്വതിയുമായിട്ടുള്ള വിവാഹമോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പ്രണയിച്ചോന്നൊന്നും അവർക്കറിയില്ല. പിന്നെ നിങ്ങൾ കോടതിയിൽ പോയതും ഡിവോഴ്സ് വാങ്ങിച്ചതും പിന്നെ ഉടമ്പടി ഉണ്ടാക്കിയതിനെ പറ്റി ഒന്നും വലിയ ധാരണ അവർക്കില്ല. അവരുടെ അടുത്തേക്ക് എത്തിയ കാര്യങ്ങൾ വരെ അവർക്കറിയാം. അപ്പോൾ മൂത്ത കുട്ടിയെ കൊണ്ടുവന്നാക്കി കുറേ കഴിഞ്ഞപ്പോൾ പൊടിക്കൊച്ചിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ പോയി. കുറച്ച് ദിവസം രാജേഷ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് രാജേഷ് പോയി. അവർക്ക് ആ കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള വക ഒരു അച്ഛനെന്നുള്ളതൊക്കെ രാജേഷ് ചെയ്തിട്ടില്ല. അവരെ ഭാഗത്തുനിന്ന് ഒന്നും ക്ലിയർ അല്ല. അതെന്താ? ഈ പെണ്ണ് വഴി തെറ്റിയത് ഇയാൾ ഒറ്റടുത്തും കാരണം. സത്യം പറയണം, അച്ഛനെന്നുള്ളൊരു സ്ഥാനമൊന്നല്ല വേറെ ഒരു ഉപകാരമോ കൊച്ചിന് ചെയ്തിട്ടില്ല. ഇവള് വൈഫാണ്, ഡൈവേഴ്സ് ആണ് എന്നാലും തീർത്ത് പറയാം. ഒരു ഹെൽപ്പ് അവർ ചെയ്തിട്ടില്ല. സ്വന്തം മകളെ അന്തസ്സായിട്ട് കെട്ടിച്ചു, ഈ കൊച്ചിനെ തെരുവിലിട്ടു. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒന്നിനും വേണ്ടിയിട്ടുമല്ല. ഇവർ പറയുന്ന കംപ്ലീറ്റ് കവടമാണ്. അല്ല, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം ചെയ്തു വന്നു. പിന്നെ എന്താണ് ഒരു ഹെൽപ്പ് എന്നുള്ളത് ചെയ്തിട്ടില്ല. എന്താണ് പിന്നെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നുമില്ലാതെ അനാഥനെ പോലെ വന്നവനാണ്. അതുപോലെയാണ് അവളും വന്നത്. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സഹായം, 1,00,000 രൂപയോളം സാധനങ്ങൾ തന്നാണ് ഇല്ല ഒന്നും തന്നിട്ടില്ല. ഒരു വൈഫുണ്ട്, അതിലും മകളുണ്ട്. അപ്പോൾ ഇവളൊരു ലാച്ചം മേടിച്ചപ്പോൾ അതെടുത്ത് ആ കൊച്ചിനെ കൊണ്ട് കൊടുത്തു എന്നും പറഞ്ഞ് മാനസികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ ഇപ്പോൾ ട്രെയിനിലൊരു അറിയില്ല, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എറണാകുളമായിരുന്നു. അപ്പൊ ഞാൻ ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന സമയത്ത് ഒരു 250 രൂപയുടെ ഒരു ചുരിദാർ കണ്ടുവച്ചായിരുന്നു. അപ്പൊ എനിക്കത് മേടിക്കാൻ 250 രൂപ തരണമെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞു പിറന്നാളായതുകൊണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ തന്നില്ല. ഇവിടെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞു. ഭയങ്കര ഫീൽ ആയി. അന്നെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പ്രവർത്തിക്കണം എന്താന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഇറങ്ങിപ്പോയേ, അത്രേ ഉള്ളൂ. ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെയാണ് രാജേഷ് കൊണ്ടുപോയത്. രാജേഷിന് ഈ കാര്യം കേട്ടപ്പം ഇത് വെറും ഒരു ഈച്ചക്കാരിയാണെന്നില്ല. ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുപാട് ഉപദേശിച്ചു. ഒരുപാട് എന്നെ കൊണ്ട് കഴിവുള്ളത് ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നും അത് ഏത് രീതിയിലായി. ശരി രാജേഷ്, എന്തായാലും ആ കുട്ടിയോട് വീട്ടിൽ പോകണമെന്ന് പറയുമോ, നിങ്ങൾ വീട്ടിൽ അറിയുകയോ ചെയ്ത കുട്ടി രണ്ടാമത് 1 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഭയം. ഞാൻ എന്നിട്ട് ജോലിക്ക് ശ്രമിച്ചു. ഉള്ളൂര് കൊണ്ടുവന്നിട്ട് ഒരു ഹോം നേഴ്സിന്റെ സെന്റർ ഉണ്ട്. എന്റെ കയ്യിൽ എന്തായാലും എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഞാനും വീടും കൂടുതലാണ് നടക്കണേ. ഫോട്ടോ നമ്പറും കൊടുത്തു വെച്ച് ഞാൻ അവന്റെ കൂടെ വിളിച്ചോടി പോയത്. ഞാൻ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഹിന്ദു സാലാടെക്സിൽ ജോലി ചെയ്യാം. അവിടെ 6-ാം തീയതി മാസം ഓർമ്മയില്ല, 6-ാം തീയതിയാണ് ഇവിടെ ഞാൻ എന്നെ ഇറക്കി വിടുന്നത്. 7-ാം തീയതി ഹോസ്റ്റലിൽ കയറി, 8-ാം തീയതി ഞാനിവിടെ ഡ്യൂട്ടിക്ക് കയറി. ഇവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ സാജി എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഒരു കാർ ഏർപ്പാടാക്കി തന്നു. അയാൾ ഒരു വക്കീലും കൂടിയാണ് ഞാൻ കേസിന് പോയിരുന്നത് പാലക്കാട്. അറിയാം, പാലക്കാട് 7 ദിവസം പുള്ളി പോയി. 7 ദിവസമായിട്ട് കാണാനില്ല. കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പഠിക്കാൻ പോയി, വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കി, പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നാ കേസ് കൊടുത്തത്. കോടതിയിൽ ഹാജരായോ? ഞാൻ ഹാജരായി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നു. വരുമ്പോൾ എൻ്റെ മോനെ ഉപേക്ഷിച്ചാണ് പുള്ളിക്കാരി പോയത്. മോൻ എൻ്റെ പക്കൽ തന്നെ ഉണ്ട്. അപ്പം മോനെ വേണ്ടാന്നും പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അവള് കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ച് എസ്ഐയുടെ മുന്നിൽ എനിക്ക് ഈ മകനെ വേണ്ട, മകളെ മതി എന്നുള്ളൊരു എഴുതി ഒപ്പിട്ടുന്ന കടലാസ് എൻ്റെ അമ്മയിലുണ്ട്. അമ്മ വന്നിട്ടില്ല, അമ്മയുടെ കയ്യിൽ ആ കടലാസ് ഭദ്രമായിട്ടുണ്ട്. അങ്ങനെ പിരിഞ്ഞു പോയിട്ട് പിന്നെ ഈ അജിത എന്ന് പറഞ്ഞ ആളാണ് തൊട്ടടുത്ത് താമസിക്കുന്ന വാടകയ്ക്ക്. ഒരു പെണ്ണ് ഇപ്പൊ പുതിയതായിട്ട് വന്നവര് നിങ്ങൾ ഇറക്കി വിടാതെ കൊണ്ടുവിട്ടതാണ്. ഇല്ല, കരട്ടി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം ഞാൻ തന്നെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആ വീട്ടിനകത്ത് കയറില്ല, എന്നെ കൊണ്ടുവിട്ടേരി എന്നാണ് പറഞ്ഞു. എനിക്ക് കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞാൽ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ മകനെ എന്തായാലും ഇറക്കി വിടണമെങ്കിൽ മകനെ എടുത്തിട്ട് പോകണമല്ലോ മാഡം. മകനെ ഉപേക്ഷിച്ച് പോയപ്പോ എന്റെ കൊച്ചിനെ ഇട്ടിട്ട് നീ എന്റെ സാധനങ്ങളും കിട്ടി, ഇനി എനിക്ക് തന്നെ വേണ്ട, എന്റെ മോനെ എനിക്ക് വളർത്തറിയാം. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ വരും എന്റെ കൊച്ചിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. രണ്ട് കുട്ടികൾക്ക് ഒരേപോലെ സുഖമില്ല. ഞാനില്ല. ഞാൻ വന്നു. 1000 രൂപ കൊടുത്തു. 12,000 രൂപയുടെ ബില്ല് വന്നു. 12,000 രൂപയുടെ ബില്ല് വന്നു. അല്ല, എന്നെ ആ ബില്ല് വന്നു. ഇവര് 2 പേരും ഇട്ട് വെച്ചും പോയി പിള്ളേർ. പിന്നെ ഞാൻ കടം വാങ്ങിച്ചു പോയി ഇറക്കി. ആ പൈസ ഞാൻ എന്നെ അറിയിച്ചില്ല. കൊച്ചു ആശുപത്രിയിലാണ് ഞാൻ കൊടുത്തു ആ പൈസ.
നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ എന്താ ഒരു ഞാൻ ചെന്ന് കയ്യിൽ 1000 രൂപ കൊടുത്തിട്ട് ഞാനൊരു ആ സമയത്ത് എനിക്ക് ഫില്ലിങ്ങിന്റെ വർക്കാണ്, ട്രെയിനിൽ കച്ചവടത്തിന് അപ്പോൾ പോകണില്ല. അപ്പൊ സാമ്പത്തികമായിട്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ തളർന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടിട്ട് 1000 ഞാൻ കൊടുത്തിട്ടാണ് പോയത്. അവൾ ഇരിക്കെ പറയാണ്, എന്നെ അവളെ വിളിച്ചു ചെന്നു. അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, ഞാനൊരു 1000 കൊടുത്തിട്ട്. ഇതിനകത്ത് കൂടുതൽ പ്രശ്നം വന്നിരിക്കും. ബില്ല് വന്നിട്ടില്ല. ഞാൻ ചെല്ലുമ്പോ വൈകുന്നേരം ബില്ല് വന്നിട്ടില്ല മാഡം. പിന്നെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തോ? പൈസ പിന്നെ അന്വേഷിച്ചോ? പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൊച്ചുങ്ങൾ കിടക്കാന്ന് മനസ്സിലായി, ഇങ്ങനെ അസുഖാന്ന് മനസ്സിലായി. 1000 രൂപ പിന്നെ അവരെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇവര് വെയിറ്റ് കാണിച്ചുകൊണ്ടാണ് എനിക്ക് അവരുടെ കാര്യം വിടൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇവര് വിളിക്കുന്ന ആവശ്യം. ഇവര് വിളിച്ച് ഡിസ്ചാർജ് ആയെന്നോ ബില്ലിന്റെ പ്രശ്നം ഒന്നും എന്നോട് പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യണം. കുട്ടികളുടെ എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം വിളിച്ചു. ഒന്നും വേണ്ട, അതൊക്കെ അതിന് കുറച്ച് മുമ്പ്. ഇപ്പൊ ഈ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം മോള് ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ തലകുട്ടി, പൈപ്പ് കുത്തിക്കേറി തലകുട്ടി. ഹോസ്പിറ്റലിലാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ല. അഡ്വാൻസ് പൈസ 2000 രൂപ മേടിച്ചിട്ട് വന്നത് ഞാൻ. 3000 രൂപ മേടിച്ചിട്ട് കുട്ടികൾക്ക് കുറെ തിന്നാനുള്ള സാധനങ്ങളും വാങ്ങിച്ച് 2000 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വന്നു. അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അന്ന് ഇയാള് 5-ാം തീയതി ആകുമ്പോൾ 2500 തരണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോക്ക് സുഖമില്ല, ഹോസ്പിറ്റലാണ്, പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്ന് വരണേ, കയ്യിൽ ആ കാശ് ഒരു ഒരാഴ്ച മുമ്പേ അങ്ങ് കൊടുത്തേര്, അവൾക്ക് സുഖമില്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ ചീത്ത വിളിച്ചു. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?